+1 മാത്സിൽ ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയിലും കാണുന്നൊരു ക്വസ്റ്റ്യനാണ് ഗ്രാഫ് വരയ്ക്കാൻ. മെയിൻ എക്സാമിന് വരുമെന്ന് നമുക്ക് കരുതാം. എല്ലാ പരീക്ഷയ്ക്കും വന്നാലും പകുതിയിലധികം കുട്ടികളുടെ തെറ്റാറുമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്ന മോഡെക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം വി ഷേപ്പിൽ, എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് അറിയാം പാരാബോളിക് ഷേപ്പിൽ, മുകളിലേക്കൊരു കൊട കമഴ്ത്തി വെച്ച പോലെ അല്ലേ. അങ്ങനത്തെ എക്സ് സ്ക്വയറും മോഡെക്സും നമ്മൾ പഠിക്കും. പക്ഷേ ചെറിയ മോഡെക്സ് +2 പോലെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ഫംഗ്ഷൻ തരുമ്പോൾ എങ്ങനെയാണ് ഗ്രാഫ് നീക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് മിക്ക കുട്ടികളും തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി നോക്കാൻ പോണത് മോഡെക്സ് +2 ആണെങ്കിൽ എന്താ ഗ്രാഫ് വരിക, അത് മോഡെക്സ് -2 ആണെങ്കിൽ എന്താ ഗ്രാഫ് വരിക, മോഡെക്സ് +2 അതായത് മോഡുലസിന് പുറത്ത് +2 ആണെങ്കിൽ എന്താ വരിക, ഇത് അകത്താണ്. അതുപോലെ മോഡുലസിന് പുറത്ത് -2 ആണെങ്കിൽ എന്താ വരിക. ഓക്കെ, ഓരോന്നിലും ചെറിയ ചേഞ്ചസേ ഉള്ളൂ. ഇനി അകത്തൊരു മോഡുലസിനകത്തൊരു നമ്പർ പുറത്തൊരു നമ്പർ ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. ഒക്കെ പോയിട്ട് -മോഡെക്സ് ആണെങ്കിൽ എന്താ ഗ്രാഫ് വരിക. ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യും. ഓക്കെ, അതിപ്പോൾ മോഡെക്സ് വെച്ചിട്ട് മാത്രമല്ല എക്സ് സ്ക്വയറും വെച്ചിട്ട് സ്ക്വയർ ഫംഗ്ഷൻ വെച്ചിട്ട് വരാറുണ്ട്. ഞാൻ വേണമെങ്കിൽ എക്സ് ക്യൂബ് വെച്ചിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ മോഡെക്സ് +2 പറഞ്ഞ പോലെ തന്നെ എക്സ് +2ൻ്റെ ഹോൾ സ്ക്വയർ, എക്സ് സ്ക്വയറിന് നമുക്കറിയാം ഒരു മേലേക്കൊരു പാരാബോളിക് ഷേപ്പ് അല്ലേ. അപ്പം എക്സ് +2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എന്താ വരിക, എക്സ് -2 ഹോൾ സ്ക്വയർ എന്താ വരിക. ഇത് രണ്ടും സ്ക്വയറിൻ്റെ ഉള്ളിലാണ് +2 -2 ഒക്കെ. ഇനി സ്ക്വയറിന് പുറത്ത് +2 വന്നാൽ, സ്ക്വയറിന് പുറത്ത് -2 വന്നാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്വയറിന് അകത്തൊരു നമ്പർ പുറത്തൊരു നമ്പർ എക്സ് +2 ഹോൾ സ്ക്വയർ -3 ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ സിമ്പിളാണ്, ചെയ്യണം എങ്ങനെ പറഞ്ഞുതരാം. ലാസ്റ്റ് -x² കൂടെ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഗ്രാഫിന് ഓരോന്നിനും ചേഞ്ച് എന്ന്. അതിനുവേണ്ടി ഞാൻ ജിയോജിബ്രയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രാഫ് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാണാമല്ലോ. മോഡെക്സിൻ്റെ ഞാനിപ്പോൾ ഫംഗ്ഷൻ f(x) മോഡെക്സ് എടുത്തിട്ടുണ്ട്. അതിലിത് ഈ 4 ടൈപ്പ് നമ്മൾ നോക്കും. ലാസ്റ്റ് രണ്ടും കൂടെ ചേർത്തിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താണ് മോഡെക്സ് ഉള്ള ഗ്രാഫ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വി ഷേപ്പിലുള്ളൊരു ഗ്രാഫ് ഇപ്പോൾ കാണാണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ അതായത് g(x) മോഡെക്സ് +2 ആകുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ആകുമ്പോൾ എന്താണ് ഗ്രാഫിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻഡിലൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം എന്താണ് ഈ ഗ്രാഫിനുണ്ടാവുന്ന ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് ആ ഫംഗ്ഷൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഷോ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ പോകുന്നത് ഇടത്തോട്ടാണ്. പലരും കരുതുക മോഡെക്സ് +2 അല്ലേ, അപ്പോൾ വലത്തോട്ടായിരിക്കും പോകാമെന്നാണ്. എന്നിട്ട് അവിടെ തെറ്റിക്കും. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു ഫിഗർ വരച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ മോഡെക്സ് +2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ടാണ് ഗ്രാഫ് പോവുക. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അത് +2 ഉള്ളത് +3 ആക്കി കാണിച്ചു തരാം. ഇവിടെ +2 ഉണ്ടായിരുന്നു +3 ആക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റർ കൊടുത്തു. ഗ്രാഫ് 3 യൂണിറ്റ് ഇടത്തോട്ട് പോകുന്നു. അത് +4 ആണെങ്കിൽ 4 യൂണിറ്റ് ഇടത്തോട്ട് വന്നിട്ട് ഇവിടെ ആയിരിക്കും ഗ്രാഫ് വന്ന് മീറ്റ് ചെയ്യുക. എന്നിട്ട് മേലേക്ക് പോകും. ഓക്കെ, വി ഷേപ്പിന് ഈ പച്ച ഗ്രാഫിന് 3 യൂണിറ്റ് ഇടത്തോട്ട് വെച്ചു. അതാണ് g(x) എന്ന ഈ ഫംഗ്ഷൻ. ഇനി അത് മൈനസ് ആണെങ്കിൽ എന്താ വരിക എന്നുള്ളത് നമുക്ക് ഈ ഫംഗ്ഷൻ ഹൈഡ് ചെയ്തിട്ട് അടുത്തൊന്ന് ഷോ ചെയ്ത് നോക്കാം. എന്താ ഉണ്ടായത്, വലത്തോട്ട് പോയി. ആ പച്ച ഗ്രാഫ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല കേട്ടോ. അത് മോഡെക്സിൻ്റെ ഗ്രാഫാണ്, അത് ഫിക്സഡ് ആണ് അവിടെ. ആ ഗ്രാഫ് 2 യൂണിറ്റ് വലത്തോട്ട് പോയി. ശ്രദ്ധിച്ചോ, -2 ആകുമ്പോൾ വലത്തോട്ട് ഓക്കെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. +2 ആകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഇത് -3 ആയിരുന്നെങ്കിലോ 3 യൂണിറ്റ് വലത്തോട്ട് മൂവ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ 2 യൂണിറ്റ് അല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അതിന് പകരം 3 യൂണിറ്റ് പോയിട്ട് ഇവിടെ 3-ലായിരിക്കും വന്ന് മീറ്റ് ചെയ്യുക. നമുക്ക് ഇത് രണ്ടും മോഡുലസിന് അകത്തായിരുന്നു. +2 ആണെങ്കിലും +3 ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ -2 ആണെങ്കിലൊക്കെ. ഇനി മോഡുലസിന് പുറത്താണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇത് ഹൈഡ് ചെയ്തിട്ട് ഇതൊന്ന് ഷോ ചെയ്ത് നോക്കാം. എന്താ ഗ്രാഫിന് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. 2 യൂണിറ്റ് മുകളിലേക്കാണ് പോയത്. ഓക്കെ, +2 പുറത്ത് വന്നു കഴിഞ്ഞാൽ 2 യൂണിറ്റ് മുകളിലേക്കാണ് പോവുക. ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് +3 ആക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നോക്കി നോക്കാം. എന്താ ഉണ്ടായത്, 3 യൂണിറ്റ് മേലേക്ക് പോയി. ഓക്കെ, എത്രയാണോ പുറത്തുള്ള നമ്പർ അത്ര യൂണിറ്റും മുകളിലേക്ക് അപ്വാർഡ് ഷിഫ്റ്റാണ് ഉണ്ടാവുക. ഓക്കെ, വെർട്ടിക്കലി അപ്വാർഡ് ഷിഫ്റ്റാണ് ഉണ്ടാവുക. ഇനി അത് +3ക്ക് പകരം അല്ലെങ്കിൽ +2ന് പകരം -2 ആണെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് പറയാം. ഞാൻ ഇത് ഹൈഡ് ചെയ്തിട്ട് ഇത് ഷോ ചെയ്യാം. ഓക്കെ, എന്താ ഉണ്ടായത്, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 2 യൂണിറ്റ് താഴേക്കാണ്. ഓക്കെ, 2 യൂണിറ്റ് y ആക്സിസിൽ നിന്ന് താഴേക്കാണ് ഷിഫ്റ്റ് ഉണ്ടായത്. അത് -2 പുറത്താണെങ്കിൽ 2 യൂണിറ്റ് താഴേക്ക്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പഠിക്കാം. ഓക്കെ, പറഞ്ഞ് പഠിക്കാം എന്താണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്. +3 അകത്താണെങ്കിൽ മോഡുലസിനകത്താണ് +3 എങ്കിൽ 3 യൂണിറ്റ് ലെഫ്റ്റിലോട്ട്, -3 ആണെങ്കിൽ 3 യൂണിറ്റ് വലത്തോട്ട്.
+3 പുറത്താണെങ്കിൽ 3 യൂണിറ്റ് മുകളിലോട്ട്, -3 പുറത്താണെങ്കിൽ 3 യൂണിറ്റ് താഴേക്ക്. ഓക്കെ, ഇടത്തോട്ട് വലത്തോട്ട് മുകളിലേക്ക് താഴത്തേക്ക്. നിങ്ങൾ എന്തായാലും ഈ 4 ടൈപ്പിലുള്ളതും വരച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഈ 4 കാറ്റഗറി നോക്കി, ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് എന്താ സംഭവിക്കുക നോക്കി നോക്കാം. ജിയോജിബ്രയിൽ ഞാൻ ആ ഗ്രാഫ് ടൈപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗസ് ചെയ്യേണ്ടവർക്ക് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വരച്ച് നോക്കാം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ തന്നെയാണോ വരിക എന്നുള്ളത്. ഓക്കെ, അതായത് 2 അകത്തുമുണ്ട്, -3 പുറത്തുമുണ്ട്. ഇത് പല രീതിയിൽ വരാം. അപ്പോൾ 2 അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? അകത്ത് 2 യൂണിറ്റ് പറഞ്ഞാൽ ഇടത്തോട്ട് 2 യൂണിറ്റ് വരണം. -3 പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 3 യൂണിറ്റ് താഴോട്ട് വരണം. അപ്പോൾ അങ്ങനെ തന്നെയാണോ ഗ്രാഫ് വന്നിട്ടുണ്ടാവുക നോക്കി നോക്കാം. യെസ്, ഇത് കണ്ടില്ലേ, നമ്മുടെ പച്ച ഗ്രാഫ് ഈ ഒരു കോർണർ 2 യൂണിറ്റ് ഇടത്തോട്ട് പോകുന്നു. ഓക്കെ, 2 യൂണിറ്റ് ഇടത്തോട്ട് പോകുന്നു, കാരണം +2 അകത്തുണ്ട്, എന്നിട്ട് 3 യൂണിറ്റ് താഴോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ കിട്ടി. ഇതാണ് mod x +2 -3. ഞാൻ കോമ്പിനേഷൻ മാറ്റിയിട്ട് ഞാൻ വേണമെങ്കിൽ അകത്ത് മൈനസും പുറത്ത് അങ്ങനെ ഒന്നാക്കി വെക്കാം. ഓക്കെ, അകത്ത് ഞാൻ മൈനസ് കൊടുത്തു, പുറത്ത് മൈനസിന് പകരം പ്ലസും കൊടുത്തു. എന്തായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്ത് നോക്കാം. -2 അകത്ത് വന്നു കഴിഞ്ഞാൽ 2 യൂണിറ്റ് വലത്തോട്ട് പോകണം. 2 യൂണിറ്റ് ഗ്രാഫ് ഒന്ന് വലത്തോട്ട് മൈൻഡിൽ നീക്കിക്കോളൂ. +3 പുറത്ത് വന്നു കഴിഞ്ഞാൽ 3 യൂണിറ്റ് മേലേക്കും പോകണം. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ഇവിടെ കാണാനല്ല, പച്ച ഗ്രാഫിനെ 2 യൂണിറ്റ് വലത്തോട്ട് നീക്കിയിട്ട് മുകളിലേക്ക് 3 യൂണിറ്റ്. യെസ്, അങ്ങനെ തന്നെയല്ലേ വന്നിട്ടുള്ളത്. ഗ്രാഫ് എങ്ങനെ വേണം നിങ്ങൾ വരയ്ക്കാൻ. ഈ mod x എന്നുള്ള ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണമെന്നില്ല, പരീക്ഷയ്ക്ക് ഇതാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാഫ്, ഈ റെഡ് ഗ്രാഫ് മാത്രം വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊക്കെ ഗ്രാഫ് ചോദിക്കാം. ഇനി -mod x കൂടെ നോക്കി വെക്കാം. അപ്പോൾ -mod x എന്ന ഫംഗ്ഷൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രാഫ് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നൊരു ഗസ് ചെയ്ത് നോക്കിക്കോളൂ. mod x-ൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ, വി ഷേപ്പിൽ മുകളിലേക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഹൈഡ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആവും. -mod x-ൻ്റെ ഗ്രാഫ് ദേ നേരെ വെർട്ടിക്കലായി തല തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മറ്റേത് മുകളിലേക്കായിരുന്നല്ലേ, ഇത് നേരെ താഴോട്ട്. നമ്മളൊരു മിറർ ഇമേജ് എന്നൊക്കെ പറയും. എക്സ് ആക്സിൽ ഒരു കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നേരെ തല കുത്തനെ നിന്ന പോലെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് -mod x-ൻ്റെ വരിക. ഇനി ഇതൊക്കെ തല തിരിഞ്ഞ് പോവുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയാണ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ 2 ടേബിൾ വരയ്ക്കുക, എക്സ് f(x) എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇതുപോലൊരു ടേബിൾ വരയ്ക്കുക, എന്നിട്ട് ഓരോ എക്സിനും -4 മുതൽ 4 വരെയൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു ധൈര്യത്തിനാണ്. ഓക്കെ, ചിലപ്പോൾ ഗ്രാഫ് എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് mod x -4 അല്ലെങ്കിൽ 3 ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരയ്ക്കാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് -4 മുതൽ 4 വരെയുള്ള വാല്യൂസ് ഒക്കെ എടുക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ f(x) വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഫംഗ്ഷൻ അനുസരിച്ച് ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഇമേജുകൾ എന്താ കിട്ടുക നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ചോദിക്കാം. അങ്ങനെയൊക്കെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചോദിക്കാം. പുറത്തും വരാം, അകത്തും വരാം, പ്ലസും വരാം, മൈനസും വരാം. ഓക്കെ, -mod x-ഉം ചോദിക്കാം. അപ്പോൾ അത് അറിഞ്ഞ് വെക്കുക. ഒന്നും ഓർമ്മ കിട്ടുന്നില്ല എന്നൊരു ടേബിൾ വരച്ചിട്ട് ഫംഗ്ഷൻ വാല്യൂസ് ചെക്ക് ചെയ്തിട്ട്, ഇപ്പോൾ -4ൻ്റെ ഇമേജ് ഒരു -2 ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ -4 -2 എന്ന പോയിൻറ്റ് x ആക്സ് y ആക്സ് വരച്ചിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ ഓരോ പോയിൻറ്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, തെറ്റൊന്നുമില്ല.